മഹാരാഷ്ട്രയിൽ കുറച്ച് ദിവസങ്ങളായി വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു. ഛത്രപതി ശിവജി എന്ന് പറയുന്നത് ഓരോ മഹാരാഷ്ട്രക്കാരൻ്റെയും മറാത്തിയുടെയും വികാരമാണ്. ശിവജിയെ തൊട്ട് കളിച്ചാൽ അവിടെ പ്രശ്നമാവും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിമ തകർന്നു വീണതിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ നിന്നാൽ അത് BJP ശിവസേന ഷിൻഡെ വിഭാഗം സഖ്യത്തിനെ ബാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, മോഡി മാപ്പാന്ന് അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. അത് ഒരു പ്രധാനപ്പെട്ട ഹിന്ദു ഐക്കണാണ് ശിവാജി. മോഡിയൊക്കെ തന്നെ ശിവാജിയുടെ ഒരു പിന്തലം, പൊളിറ്റിക്കലി നേരിട്ട് ബന്ധമില്ലെങ്കിൽ ഒരു പിന്തലമുറക്കാരനാണ്. അപ്പം ഇളമോനെ മോനെന്നല്ല കേട്ടോ അർത്ഥം. എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി നമ്മൾ പറയില്ലേ, ആശയപരമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമ തകർന്നു വീണതിൽ മോഡിക്ക് വലിയ പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് അദ്ദേഹം എക്സ്പ്രസ് ചെയ്തതേ ഉള്ളൂ. അതിലൊന്നും ഒരു കാപ്പട്ടിയോ രാഷ്ട്രീയലാക്കുമൊന്നും കാണേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, തകർന്നു എന്നുള്ളത് ഭയങ്കര ഒരു അതുണ്ടാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. അങ്ങനെ തകരാൻ പാടുള്ളതല്ല. ഇവർക്ക് ഈ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണ് എന്ന് ചോദ്യം ചെയ്യപ്പെടും. അതാരും നിർമ്മിച്ചാൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടുവ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ജെന്യുനായിട്ടുള്ള ഒരു ആക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ നമ്മൾ മറ്റ് രാഷ്ട്രീയ ലാക്കൊന്നും കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. വേറെ ആരാണെങ്കിൽ കാണാം, അവർക്ക് എന്തോന്ന് ശിവാജി, അവർക്ക് അവരുടെ കാര്യങ്ങൾ. പക്ഷേ മോഡിയൊന്നും അങ്ങനെയല്ല. പക്ഷേ RSS ബാക്ക്ഗ്രൗണ്ട് എന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില സാധനങ്ങൾ അതിൽ അവർ ജെന്യുൻലി ഒരു കൺസേൺഡ് ആണ് അക്കാര്യത്തിൽ. പിന്നെ അവിടുത്തെ ഇലക്ഷനെ ബാധിക്കാൻ സാധ്യത ഉണ്ടത്. കാരണം അവിടെ രണ്ട് തരത്തിലുള്ള വികാരമാണുള്ളത്. ഒന്ന് ഈ പറയുന്ന രീതിയിലുള്ള ശിവാജി എന്നുള്ള ഒരു വികാരം, അത് ഹിന്ദുത്വ വികാരവുമായിട്ടും മറാഠാവാദം, അവിടെ പ്രാദേശിക മറാഠാവാദവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. രണ്ടാമത്തെ അവിടെയുള്ള ദളിത് രാഷ്ട്രീയമാണ്. ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മഹാരാഷ്ട്ര. അംബേദ്കറിൻ്റെ എല്ലാം പ്രവർത്തന കേന്ദ്രം അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അലുവാലിയുടെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി, വിത്ത് BJP, അത് അംബേദ്കറിൻ്റെ ആ ഒരു സ്ട്രീമിൽ നിന്ന് വരുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഓൾറെഡി അവിടെ ഉണ്ട്. ഇപ്പോൾ ശിവാജിയുടെ പ്രതിമ തകർന്നു വീണല്ല അവരെ ഹാപ്പി ആയിരിക്കും. അവരെ സംബന്ധിച്ച് ശിവാജിക്ക് ഒരു വില്ലനാണ്. ശിവാജിയെ കണ്ടവർക്ക് പേശിയാണ് വില്ലൻ. പക്ഷേ പേശിയമ്മരങ്ങ് നേരിട്ട് പിടിക്കാൻ പറ്റില്ലെന്ന് അവർ ശിവാജിയെ കൂടി ആക്രമിക്കും. അപ്പം അവിടെ മറാഠികളിടയിൽ അതൊരു, ഇപ്പോൾ പലപ്പോഴും നിങ്ങളൊരു വിഗ്രഹങ്ങൾ ഉടങ്ങുമ്പം വിഗ്രഹങ്ങൾക്ക് കാരണക്കാരായ വിഗ്രഹങ്ങൾ കൂടി ഉടഞ്ഞു പോകും എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് മനുഷ്യസഹജമായ ഒരു തെറ്റായി അംഗീകരിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഉണ്ടാക്കിയത് ആരാണ്. മോഡിയെ സംബന്ധിച്ച് അത് ഉണ്ടാക്കിയ ആരാന്നുള്ളതല്ല മോഡിയുടെ കൺസേൺ. അങ്ങനെ ഒരു പ്രതിമ തകർന്നു വീഴാന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വേദനാകരമായിട്ടുള്ള, ജനമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഇമോഷണലാണ്. മോഡി കണ്ട് ഇമോഷനൊന്നും ഇല്ലാത്ത എന്ത് മനുഷ്യനാണ് നാട്ടുകാർ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ ഇമോഷണലാണെന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ചില ആളുകൾ നമുക്കറിയാം. അപ്പോൾ അവർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് വെരി ഇമോഷണൽ. പിന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള എനിക്ക് തോന്നുന്നു ഈ പ്രതിമ ഒരു വിഷയമൊക്കെയായിട്ട് വരും. അതിലുപരിയായിട്ട് അവിടെ മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്, മറ്റൊരുപാട് ലോക്കൽ ഇഷ്യൂസ് ഉണ്ട് അവിടെ. ഇപ്പോൾ അവിടെ കുറച്ച് കാലമായിട്ട് ഭരണം പ്രോപ്പറായി നടക്കാത്ത, മുമ്പെന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു കോൺഗ്രസ് സഖ്യം കണ്ടിന്യൂസ് ആയി ഭരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അവിടെ അന്ന് ഈ പറയുന്ന കർഷക ആത്മഹത്യകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടായിരുന്നു. അഴിമതിയൊക്കെ ഉണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട്, പക്ഷേ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല അവിടെ. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ ഘടനയിൽ മാറ്റം വരാൻ ശരത് പവാറിന് പ്രായമായിരിക്കുന്നു. ശരത് പവാറിന് വന്നിട്ട് തന്നെ അയാളുടെ പാർട്ടി രണ്ടായി പിളർന്നിരിക്കുന്നു. ആ പിളർന്നതിൽ കാരണം BJPയിലേക്ക് പോയിട്ടുണ്ട്. അതിൽ പക്ഷേ ഈ അജിത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ തിരിച്ചു പോകാനാണ് സാധ്യത അവരുടെ സ്വഭാവം അനുസരിച്ച്. പക്ഷേ എല്ലാ അണികളും പോകണമെന്നില്ല. പണ്ട് CPMൻ്റെ കൂടെ DAC ഉണ്ടാക്കി കർണാകരൻ പോയപ്പം കർണാകരനും മുരളിയും തിരിച്ചുപോയി, അണികൾ പലരും അവിടെ തന്നെ നിന്നു. അങ്ങനെ അണികൾ പിന്നെ CPMൻ്റെ ഭാഗമായിട്ട് MLA MP ഒക്കെ ആയിട്ടുമുണ്ട്. അത് കോൺഗ്രസിനെ കേരളത്തിൽ നശിപ്പിക്കാൻ കാരണമായിട്ടാണ്. മാത്രമല്ല NCPക്ക് കുറേ ആൾ ഇവിടെ ആയതും അങ്ങനെയാണ്. എല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് കുറച്ച് പേര് അവരെ കൂടെ അവിടെ നിന്നത്. അപ്പം അതുപോലെ ഈ പറയുന്നത് പോലെ BJP ആ രീതിയിൽ അവിടെ ശക്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്.
ശിവസേനയിൽ ഉണ്ടായിട്ടുള്ള ഒരു റീഅലൈൻമെൻറ്റ്, അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടന്നത് ലോക്സഭാ ഇലക്ഷനിലാണ്. ആ ലിറ്റ്മസ് ടെസ്റ്റ് പക്ഷേ അതിൻ്റെ നല്ല സുഖകരമായ റിസൾട്ട് അല്ല നൽകിയത്, അത് മറ്റ് കാരണങ്ങളുണ്ടെങ്കിൽ പോലും. അപ്പം ഈ ശിവസേനയുടെ പൊളിറ്റിക്സ് ഇനി ഏത് രീതിയിൽ പോകും എന്നുള്ളതാണ്. ഏകനാഥിൻ്റെ കുറച്ച് വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട്. പല കാലങ്ങളെന്ന് വെച്ചാൽ ഈ നിലവിലുള്ള ഒരു ഭരണ സംവിധാനത്തിൽ അത്ര ഒരു തൃപ്തി ഇല്ല. ഈ രീതിയിലൊക്കെ ഭരണം പിടിക്കുമ്പോൾ അത് നമ്മുടെ ഇദ്ദേഹം യോഗിയൊക്കെ ചെയ്ത പോലെ സ്പ്ലെൻഡിഡ് ആയിട്ട് ഭരിക്കുമ്പോഴാണ് അതിനത്രയും കയ്യടി കിട്ടുക. അത്രയും സ്പ്ലെൻഡിഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഫഡ്നാവിസിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ വളരെ ഡൈനാമിക് ആയിട്ടുള്ള മന്ത്രിസഭയായിരുന്നു. ഇതിപ്പോൾ എനിക്കൊന്ന് കെ മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി CPM ഇവിടെ എന്തോ നീക്കം മുമ്പ് നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് ആരോ ഈ PC മറ്റോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ഫഡ്നാവിസ് ഇയാളുടെ ആധിപത്യം സ്ഥാപിക്കാൻ, ഇയാളുടെ ആഗ്രഹം സാധിച്ചു, ഏകനാഥ് ഷിൻഡെയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മിനിസ്റ്റർ ഉണ്ടാക്കിയ പോലെ ഉണ്ട്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരണമെങ്കിൽ ഈ ഇലക്ഷൻ വരുമ്പോൾ, ഈ ഇലക്ഷൻ ഡിക്ലെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പം ഈ ജയസാധ്യതകൾ നോക്കി സിറ്റിംഗ് MLA മാരൊക്കെ ചാടും. ആ സമയത്താണ് നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക. അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ ഇപ്പം പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ഇപ്പോൾ സ്വന്തം അസ്തിത്വം നോക്കുന്നില്ലല്ലോ. ഇല്ല, കോൺഗ്രസിന് എങ്ങനെയും മോഡിനെ പണ്ട് എങ്ങനെയായിരുന്നു പ്രതിപക്ഷങ്ങൾക്ക് ഇന്ദിരാഗാന്ധിനെ മറിച്ചിടേണ്ടിയിരുന്നത്, ഇന്ന് കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസിന് പ്രധാനപ്പെട്ട എങ്ങനെയും മോഡിനെ മറിച്ചിടാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അവിടെ പരമാവധി ഈ പറയുന്ന പോലെ ഉദ്ധവിനും NCPക്കും വേണ്ടി വൈമാറി കൊടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. അത് കോൺഗ്രസ് ചിലപ്പോൾ പൊട്ടിത്തുകയുണ്ടാക്കും. അല്ല, കോൺഗ്രസ്സിൽ ഈ പറഞ്ഞ പോലെ അവിടെ തലപ്പൊക്കമുള്ള നേതാക്കന്മാരോട് ഇപ്പോൾ ഇല്ല. അല്ല, പലരും അടുത്തിട്ട് അങ്ങനെ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആരെ അങ്ങനെ അവർക്ക് പിന്നെ കുറച്ച് പേരുണ്ടായിരുന്ന അവർ BJPയിലേക്ക് പോയി. അവിടെ ബിസിനസ്സുകാരായിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. എടുത്തു കാണിക്കാൻ പറ്റിയ നേതാക്കന്മാർ BJPയുടെ ഏറ്റവും വലിയ ഗുണം എടുത്തു കാണിക്കാൻ പറ്റിയ നേതാവുണ്ട്. ഫഡ്നാവിസ് ഉണ്ട് അവിടെ നേതാവായിട്ട്. പിന്നെ പുറത്ത് നിന്ന് കളിപ്പിക്കാനാണെങ്കിൽ ഈ പറയുന്ന പിന്നെ ഇയാളുണ്ടല്ലോ, നിതിൻ ഗഡ്കരിയെ പോലുള്ള ആളുകൾ അവിടെ ഉണ്ട്. RSSൻ്റെ ആസ്ഥാനം അവിടെയാണ്. അങ്ങനെയുള്ള ഗുണമുണ്ട്. പിന്നെ ഇയാളുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ ചാർജുള്ളവരുടെ പ്രഭാരി ഉണ്ടല്ലോ, അദ്ദേഹം മറാഠിയാണ്, പ്രകാശ് ജാവ്ദേക്കർ. ഇപ്പോൾ NCP ഇവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ NCPക്ക് സൂലയുണ്ട്, സുപ്രിയ സൂലയുണ്ട്. ഇപ്പോൾ സുപ്രിയ സൂലയൊക്കെ എത്ര ഈ ഇദ്ദേഹത്തിന് ശേഷം എത്ര കാലം അവർ അതിജീവിക്കുന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. ശരത് പവാർ, അജിത് പവാറിനെ പോലെയുള്ള ഒരാൾ നിൽക്കുമ്പോൾ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശിവസേനയ്ക്ക് നല്ല ലീഡർഷിപ്പ് ഉണ്ട് അവിടെ. അതായത് ഇപ്പം ഉദ്ധവിന് ശേഷം മകൻ ആദിത്യ ഉണ്ട്. ആദിത്യ വളരെ ഡൈനാമിക്കാണ്. അവൻ ഏതാണ്ട് അവൻ്റെ മുത്തച്ഛൻ്റെ ഒരു ആംബിയറുള്ള കക്ഷിയാണ്. അത് അപ്പം എനിക്ക് തോന്നുന്നു യുവാക്കളെ ഫഡ്നാവിസും ആദിത്യയും തമ്മിലായിരിക്കും ഇനി വരാൻ പോകുന്ന മത്സരങ്ങളായിരിക്കും. ഈ രണ്ട് ലീഡേഴ്സിലേക്ക് മാറും. ഫഡ്നാവിസും വളരെ ഡൈനാമിക് ആയിട്ടുള്ള നേതാവാണ്, ആദിത്യം വളരെ ഡൈനാമിക് ആയിട്ടുള്ള നേതാവാണ്. മത്സരം ഇവരിൽ രണ്ടിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അവരിലേക്ക് ചുരുങ്ങും. ഈ ഇലക്ഷൻ അങ്ങനെ അവർ ആദ്യമായിട്ട് അവരുടെ ഒരു ഏറ്റുമുട്ടലിന് വേദിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ഭാവിയിൽ ആരായിരിക്കും. ഈ ശിവസേനയ്ക്ക് രണ്ടായിട്ട് പിരിഞ്ഞല്ലോ അവർ. അപ്പോൾ ഈ ഷിൻഡെ വിഭാഗത്തിൻ്റെ പ്രസക്തി ഇനി നഷ്ടപ്പെടുമോ? അപ്പോൾ ഷിൻഡെ എങ്ങനെ എത്രത്തോളം MLA മാരെ അവർക്ക് ഇനിയും കൂടെ നിർത്താൻ പറ്റുമെന്ന് ആശ്രയിച്ചിരിക്കും. കാരണം രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു എന്നൊരു ഫീല് വരുമ്പം അവിടെയൊക്കെ സിറ്റിംഗ് MLA മാർ മൊത്തം മാറും. അപ്പം ഷിൻഡെയെ സംബന്ധിച്ച് ഷിൻഡെയുടെ ആഗ്രഹം പൂർത്തിയായി. സാച്ചുറേഷൻ പോയിന്റില്ല, മുഖ്യമന്ത്രിയായി. ഇന്ത്യൻ രാഷ്ട്രപതി ഒന്നും ആകാൻ പറ്റില്ല. അതുകൊണ്ട് ഷിൻഡെ അവിടെ ഉണ്ടായി, ഷിൻഡെ കൂടെ എത്ര ആളുണ്ടാവുന്ന സംശയമാണ്. കാരണം ഇത്തരം പാർട്ടികളെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു ലെഗസിയാണ്. അത് താക്കറയുടെ ലെഗസി എന്ന് പറഞ്ഞാൽ വലിയ ലെഗസിയാണത്. ആ ലെഗസി കുറച്ച് വീക്കൻ ചെയ്യപ്പെട്ടു. ഉദ്ധവ് രാഷ്ട്രീയത്തിലിറങ്ങി. ഉദ്ധവ് അവിടെ നിന്ന് താക്കറനെ പോലെ MLA മാരെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിനെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, പ്രധാനമന്ത്രിയെ. അവിടെ അല്ലാതെ നേരിട്ട് ഈ സ്ഥാനത്ത് കയറി ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ കയറി ഇരുന്നാണ് സത്യത്തിൽ ഈ പിളപ്പിലേക്ക് പോയത്. അപ്പോൾ അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അത് അയാളെ മോനെ അങ്ങനെ അങ്ങ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ബാൽതാക്ക ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാ അധികാരവും അദ്ദേഹത്തിലുണ്ട്. അല്ല മുഖ്യമന്ത്രി ആയിട്ടല്ല മനോഹറിനെ പിന്നെ സുരേഷ് പ്രഭു അങ്ങനെ പോയ മുഖ്യമന്ത്രി വേണ്ട. അവരാരെങ്കിലൊക്കെ അയാൾ പേര് മുരളി മനോഹർ ജോഷിയല്ലേ വേറൊരാളുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ. അയാൾ പിന്നെ ലോക്സഭയിലെ സ്പീക്കറൊക്കെ.
ശിവസേനയുടെ. ശിവസേനയുടെ. അപ്പോൾ അങ്ങനെ വളരെ തന്ത്രപരമായിട്ടുള്ള ഗെയിമാണ് ഇയാൾ കളിച്ചുകൊണ്ടിരുന്നത്. ഉദ്ധവ് എന്ത് ചെയ്തത്, ഈ ശരത് പവാറിൻ്റെ വാക്ക് കേട്ട്, ശരത് പവാറിന് ഇതായിരുന്നു ആവശ്യം. ശരത് പവാർ ഇങ്ങനെ പല നമ്പറും ബാൽത്താക്കാരനെ മുന്നിൽ ഇറക്കി വെക്കുന്നത്. ബാൽത്താക്കാരമായി ഇതൊക്കെ എങ്ങനെ ബരാമതിയിലെ മട്ടനല്ല ഇവിടെ ബോംബെയിലെ മട്ടൻ എന്ന് തോന്നുന്നു. ശരത് പവാർ ശരത് പവാർ എങ്ങനെ ഒരു ബയോപിക് ഇറങ്ങിയിട്ടുണ്ട്, അതിൽ പറയുന്നതാണ്. അത് ഒരുപാട് റിസർച്ച് ചെയ്ത് ഇറക്കിയിട്ട് പോകും. പക്ഷേ ഇതിൽ ഉദ്ധവ് ബേസിക്കലി പാവാണ്. ഉദ്ധവ് ആരും അച്ഛനും അമ്മേനെ ഒന്നും ഗുണം ഉദ്ധവിനുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇവനുണ്ട്, ആദിത്യമുള്ള ആദിത്യ കളം പിടിക്കും. ആദിത്യക്ക് ഒരു സാധ്യതയുണ്ട്. മത്സരം വരാൻ പോകുന്ന ആദിത്യയും ഇവരും തമ്മിൽ. പക്ഷേ ഫഡ്നാവിസിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ RSS എന്നുള്ള വലിയൊരു പ്രസ്ഥാനം പിന്നിലുണ്ട്. വലിയ മുതലാളിമാരും പിന്നിലുണ്ട്, അംബാനി അദാനിയൊക്കെ. അത്രത്തോളം ഈ മുതലാളിമാർ ശിവസേന സപ്പോർട്ട് ചെയ്യില്ല. കാരണം മറ്റേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും മറ്റേ ബോംബെ ഭരിക്കുന്ന പാർട്ടിയാണ്. എങ്കിലും മോശമല്ലാത്ത സപ്പോർട്ട് കിട്ടും.